സ്തോത്രം. കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനെ, സ്വർഗീയ രാജാവേ, വീണ്ടും ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ വചനമായി കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ ദൈവം ചെയ്ത ഭാഗ്യത്തെ ഓർത്ത് സ്തോത്രം. കർത്താവെ, ഈ ശബ്ദം കേൾക്കുന്ന സകല മക്കളെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ തരുന്നു. അവരുടെ ജീവിതത്തിനകത്ത് വചനം വിടുതലും അനുഗ്രഹവും നന്മയായി മാറട്ടെ. ആത്മാവ് സംസാരിക്കും. ഞങ്ങൾ അവരുടെ പാത കൊടുത്തിരിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ്റെ വാത്സല്യ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷവും യോബിന്റെ പുസ്തകവും ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാനുള്ള പുസ്തകങ്ങളാണ്. വേദപുസ്തകത്തിലെ എല്ലാ കാര്യങ്ങളും ധ്യാനിക്കുകയും വായിക്കുകയും ചെയ്തവരായിരിക്കും ഒരുപക്ഷെ എൻ്റെ ശബ്ദം ശ്രദ്ധിക്കുന്നത്. ഒരുപക്ഷെ പള്ളി പോകുന്നവരായിരിക്കാം എൻ്റെ ശബ്ദം ശ്രദ്ധിക്കുന്നത്. ഒരുപക്ഷെ യേശുവിനെ അറിഞ്ഞൂടാത്തവരായിരിക്കാം എൻ്റെ ശബ്ദം ശ്രദ്ധിക്കുന്നത്. ഒരുപക്ഷെ സ്തോത്രം പിന്മാറിപ്പോയവരായിരിക്കാം എൻ്റെ ശബ്ദം ശ്രദ്ധിക്കുന്നത്. മനസ്ശ്രോതാവെ, യേശു താങ്കളെ സ്നേഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. യേശുവിനെ ഒരാൾ കാണേണ്ടുവണ്ണം കണ്ടാൽ അയാൾ തനിക്ക് തന്നെ താൻ വിശുദ്ധനെന്ന് ഒരിക്കലും തോന്നാറില്ല. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമ്മൾ അനേകരെ കാണാറുണ്ട്. എനിക്കെല്ലാം തികഞ്ഞു, എനിക്ക് ഒരു തെറ്റുമില്ല, ഞാൻ വിശുദ്ധനാണ്, എനിക്ക് ഒരു പാപവുമില്ല എന്ന് പറയുന്ന അനേകരെ ഒരുപക്ഷെ നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കാം. എന്നാൽ വചനം ധ്യാനിക്കുമ്പോൾ ഒരുവൻ യേശുവിനെ കണ്ടുമുട്ടിയാൽ, യേശുവിനെ കണ്ടാൽ അവനൊരിക്കലും പറയത്തില്ല ഞാൻ വിശുദ്ധൻ എന്ന്. വേദപുസ്തകം ധ്യാനിക്കുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 5-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള വാക്യങ്ങളാണ്. യേശു കർത്താവ് പത്രോസിനെ തേടി ഗന്നേസരത്ത് തടാകത്തിന്റെ കരയിൽ വരുന്നു. യേശു കർത്താവ് നോക്കുമ്പോൾ പത്രോസ് വല കഴുകിക്കൊണ്ടിരിക്കുന്നു. അവൻ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. അവിടെ അവൻ വല കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ യേശു അവിടെ വരുന്നു. പടവ് കാണുന്നു. യേശു പത്രോസിനോട് പറയുന്നു, മോനെ, നിന്റെ പടകിൽ എനിക്ക് ഇരിക്കണം, ഒന്ന് അടുപ്പിക്കാൻ പറയുന്നു. പത്രോസ് എഴുന്നേൽക്കുന്നു. യേശു പറഞ്ഞതുപോലെ ശിമോൻ പത്രോസിന്റെ പടകിൽ യേശു വചനം കയറുന്നു, കയറിയിരിക്കുന്നു, ദൈവവചനം പ്രസംഗിക്കുന്നു, ദൈവവചനം കേൾക്കുന്നു. ദൈവവചനം കേട്ട് കഴിയുമ്പോൾ പത്രോസിനോട് പറയുന്നു, മോനെ, നിന്റെ വലയുമായി വാ, ആഴത്തിലേക്ക് വീശുവാൻ പറയുന്നു. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അപ്പോൾ അവൻ പറയുന്നുണ്ട്, കർത്താവേ, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എന്നാൽ നിന്റെ വാക്കിനെ ഞാൻ വലയിറക്കാം. സ്തോത്രം. യേശു കർത്താവിന്റെ വാക്കിന് പത്രോസ് വലയിറക്കുന്നു. പത്രോസ് വലയിറക്കുമ്പോൾ ഇതാ പെരുത്ത മീൻകൂട്ടം പത്രോസിന്റെ വലയിൽ വീഴുന്നു. പത്രോസും കൂട്ടുകാരും ചേർന്ന് മീനൂടെ വലിച്ച് കരകയറ്റുന്നു. ഇത് കഴിയുമ്പോൾ നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോൾ ഇത് അതിനകത്ത് എഴുതിയിരിക്കുന്നു. 7-ാം വാക്യം, അവൻ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. അവൻ വന്ന് പടക് രണ്ടും മുങ്ങുമാറാവുകളും നിറച്ചു. ശിമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിന്റെ കാൽക്കൽ വീണു. മീനിന്റെ കാൽക്കലല്ല ശിമോൻ വീണത്. അനേകർക്ക് നന്മ കിട്ടുമ്പോൾ നന്മയുടെ കാൽക്കൽ മനുഷ്യൻ വീഴും. പക്ഷേ ഈ നന്മയെല്ലാം ഇവിടെ തീരുന്നു എന്ന് ചിന്തിക്കത്തില്ല. അതോടെ എല്ലാം തികഞ്ഞു, തൃപ്തിയായി എന്ന് തോന്നുന്ന അനേകരുണ്ട്. എന്റെ ശബ്ദം കേൾക്കുന്ന സ്നേഹിത, പത്രോസ് മീനിന്റെ മുൻപിൽ എല്ലാം മുട്ടുമടക്കിയത്. പത്രോസ് ദൈവത്തിന്റെ മുൻപിൽ വീണു. അയാൾ വിളിച്ചു പറഞ്ഞു, യേശുവിന്റെ കാൽക്കൽ വിളിച്ചു, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യൻ, അതുകൊണ്ട് എന്നെ വിട്ട് പോകണമേ എന്ന് പറഞ്ഞു. കണ്ടോ, പത്രോസ് യേശുവിനെ കാണേണ്ടുവണ്ണം കണ്ടപ്പോൾ അയാൾക്ക് തൻ്റെ കണ്ണിന്റെ മുമ്പിൽ കണ്ടത് മറ്റൊന്നുമല്ല, വിശുദ്ധനാകുന്ന ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റാത്ത അയോഗ്യത പത്രോസിന്റെ മുൻപിൽ വെളിപ്പെട്ടു. സ്തോത്രം. ഈ വെളിപ്പെട്ട പത്രോസിനെ യേശുവിനെ ഇഷ്ടമായി. സ്തോത്രം. ചിലത് ഇവന്റെ മേൽ കൈമാറാൻ, ഇവൻ യേശുവിനെ കണ്ടല്ലോ, ഒന്ന് ഇവൻ കാണുമ്പോൾ തന്നെ സ്തോത്രം യേശുവിന്റെ കാൽക്കൽ വീണു. മീനെല്ലാം കണ്ടത്, നന്മയെല്ലാം കണ്ടത്, അനുഗ്രഹമല്ല കണ്ടത്, എന്നാൽ യേശുവിനെ കണ്ടു. യേശുവിനെ കാണുമ്പോൾ ഇവന്റെ ജീവിതത്തിനകത്ത് യേശുവിന്റെ അടുക്കൽ നിൽക്കാൻ പറ്റാത്ത പാപം മുഴുവൻ ഇവന്റെ കണ്ണിന്റെ മുമ്പിൽ വെളിപ്പെട്ടു. ഇവൻ അലറി കരഞ്ഞു. യേശു കർത്താവ് ഇവനെ സ്നേഹിച്ചു, ഇവനെ ചേർത്തടച്ചു. കർത്താവിന്, മോനെ, നീ മീനിനെ പിടിച്ചു, എന്നാൽ മനുഷ്യരെ പിടിക്കുന്നവനാക്കും. എവിടെ എത്തിക്കാൻ? സ്വർഗത്തിലെത്തിക്കാൻ. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ പൈതലെ, സ്വർഗത്തിൽ എത്തിക്കുന്ന മത്സ്യം
സ്തോത്രം. ഹല്ലേലൂയ. പത്രോസിനോട് യേശു പറഞ്ഞു, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവരാക്കും, മനുഷ്യരെ പിടിക്കുന്നവരാക്കും, മനുഷ്യരെ പിടിക്കുന്നവരാക്കും. മനുഷ്യരെ പിടിക്കുന്നവനാക്കും. സ്തോത്രം. പത്രോസ് പാവം തന്റെ കണ്ണുകൾ കണ്ടു. യേശു അരക്കത്ത കഴുകി. സ്തോത്രം. യേശുവിനെ ഒരുത്തൻ കാണുമ്പോൾ അവന്റെ വിശുദ്ധി അവൻ കാണത്തില്ല. സ്തോത്രം. ദൈവത്തിന്റെ വിശുദ്ധിയുടെ മുൻപിൽ അവന്റെ പാപം മാത്രമേ പുറത്തു വരും. ഇയ്യോബിന്റെ പുസ്തകം ധ്യാനിക്കുമ്പോൾ അതിനകത്ത് ഇയ്യോബ് നമുക്കറിയാം. ഇയ്യോബിനെ കുറിച്ച് പഠിക്കുമ്പോൾ അവൻ ദൈവഭക്തനാണ്, നിഷ്കളങ്കനാണ്, ദോഷം വിട്ടകുന്നവനാണ്. ദൈവം അവനെ സാക്ഷ്യപ്പെടുത്തി, പിശാച് അവനെ സാക്ഷ്യപ്പെടുത്തി അവൻ ദൈവ പൈതലാണെന്ന്. പക്ഷേ ഇയ്യോബിന്റെ പുസ്തകം 42-ാം അധ്യായം 1 മുതൽ വാക്യം വായിക്കുമ്പോൾ അതിന് ഇയ്യോബോട് ഉത്തരം പറഞ്ഞത്, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. അറിവ് കൂടാതെ ആലോചനയെ മറച്ചു കളയുന്ന ഒരുവനാർ. അങ്ങനെ എനിക്ക് അറിഞ്ഞു കൂടാതെ വണ്ണം അത്ഭുതമേറിയത് ഞാൻ തിരിച്ചറിയാതെ പറഞ്ഞുപോയി. കേൾക്കണമേ, ഞാൻ സംസാരിക്കും, ഞാൻ നിന്നോട് ചോദിക്കും, എന്നെ ഗ്രഹിപ്പിക്കണമേ. ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ദൈവത്തിന്റെ സ്തോത്രം. കണ്ണാൽ കാണുകയാണ്, കാണേണ്ട വണ്ണം കണ്ണാൽ കാണുകയാണ്. സ്തോത്രം. നമുക്കറിയാം ഇയ്യോബിന്റെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും എല്ലാവരും തന്നെ തള്ളിക്കളഞ്ഞു, മാറിപ്പോയി. സ്തോത്രം. ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു. സ്തോത്രം. കൂട്ടുകാർ അകന്നു മാറിപ്പോയി. കൂട്ടുകാർ അകന്നിട്ടും അകലാത്ത യേശുവിന്റെ സ്നേഹം ആ മനുഷ്യൻ രുചിച്ചറിഞ്ഞു. വീണ്ടും നോക്കുമ്പോൾ ഇതാ ഭാര്യ പൊട്ടിയെ പോലെ സംസാരിക്കുന്നു. സകലരും കൈവിടപ്പെട്ട, ഉപേക്ഷിക്കപ്പെട്ട ഒരു രോഗിയായി ഇയ്യോബ് മാറുന്ന സാഹചര്യത്തിൽ ഇയ്യോബ് പതറിപ്പോയില്ല. ക്രിസ്തുവിൽ ഉറച്ചു നിന്നു. ദൈവത്തിന്റെ വചനത്തിൽ ഉറച്ചു നിന്നു. ദൈവം കാണുന്നുണ്ടെന്ന് മനസ്സിലായി. പക്ഷേ എന്നും ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്ന ഇയ്യോബ് ഒരു ദിവസം തന്റെ എല്ലാ അധ്യായങ്ങളും ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ യേശു അവസാന അധ്യായങ്ങൾ അങ്ങോട്ട് ഇറങ്ങി. കർത്താവ് ഇറങ്ങുമ്പോൾ ഇതാ ഒരു കേൾവി മാത്രമേ ഇയ്യോബ് കഴിഞ്ഞ നാൾ കേട്ടിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ ഇയ്യോബ് പറയുന്നു, അന്ന് ഞാൻ കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ. എന്നാൽ ഇതാ സ്തോത്രം, ഞാൻ നിന്നെ കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ. 5-ാം വാക്യം 42:5. ഇയ്യോബ് 42:5. ഞാൻ നിന്നെ കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴും എന്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ആകെ ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിൽ കിടന്ന് അനുതപിക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, സ്തോത്രം. കാണേണ്ട വണ്ണം കാണേണ്ട യേശുവിനെ കണ്ടാൽ ഒരിക്കലും ആരും പറയത്തില്ല ഞാൻ വിശുദ്ധനാണെന്ന്, ഞാൻ എല്ലാം തികഞ്ഞ ആളാണെന്ന്, ഞാൻ എന്തോ ആണെന്ന്. സഹോദര, സഹോദരി, എന്റെ ശബ്ദം കേൾക്കുന്ന പൈതലെ, താങ്കൾക്ക് എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? എനിക്കെല്ലാമാണ്, ഞാൻ പ്രാർത്ഥിക്കുന്ന ആളാണ്, ഞാൻ വചനം പറയുന്ന ആളാണ്, ഞാൻ അതൊന്നും ചെയ്യുന്ന ആളാണ്. സ്തോത്രം. യേശു പറയുമ്പോനെ, നിന്റെ നീതി പ്രവൃത്തികളൊക്കെ കറപുരണ്ട തുണി പോലെ. ക്രിസ്തുവിന്റെ ആത്മാവിൽ ക്രിസ്തു പ്രസാദിക്കുന്ന നിലവാരത്തിൽ ചെയ്തില്ലെങ്കിൽ അതൊന്നും ദൈവം പ്രസാദിക്കുന്നില്ല. ഇതൊന്നും കണ്ട് മഞ്ഞളിക്കുന്ന കണ്ണുകളല്ല എൻ്റെ യേശുവിന്റെ കണ്ണുകൾ. എൻ്റെ ശബ്ദം കേൾക്കുന്ന എൻ്റെ പ്രിയ പൈതലെ, യേശു നിന്നെ കാണുന്നു, യേശു നിന്നെ കാണുന്നു, യേശു നിന്നെ കാണുന്നു. എല്ലാം കണ്ട് കണ്ണു മഞ്ഞളിക്കുന്ന ഒരു ദൈവമല്ല യേശു. സ്തോത്രം. യേശുവിനെ കാണേണ്ട വണ്ണം കണ്ടാൽ നമ്മളിലുള്ള പാപ മനുഷ്യൻ പുറത്ത് വെളിപ്പെടും. ആ പാപത്തെ ഓർത്ത് കരയും. ഇത്രയും ദൈവനിഷ്കളങ്കൻ, ദൈവമുള്ളവൻ, ദോഷമിട്ടകുന്നവൻ, ദൈവഭക്തൻ എന്ന് സാക്ഷ്യപ്പെടുത്തിയ ഇയ്യോബ് സാക്ഷ്യം പറഞ്ഞ പിശാച് സാക്ഷ്യം പറഞ്ഞ, ദൈവസാക്ഷ്യം പറഞ്ഞ ഈ ഇയ്യോബ് എന്ന ഭക്തൻ ദൈവത്തെ കാണേണ്ട വണ്ണം കണ്ടപ്പോൾ അവൻ എല്ലാവരെയും വിളിക്കുകയാണ്, ഞാൻ നിന്നെ കുറിച്ച് കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴും എന്റെ കണ്ണാൽ നിന്നെ കാണുന്നു. അങ്ങനെ ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലെ ചാരത്തിൽ കിടന്ന് അനുഭവിക്കുന്നു. അയ്യോ പറഞ്ഞു, ഞാൻ എന്നെ വെറുക്കുന്നു, കാരണം എന്റെ പാപം മുന്നിൽ നിൽക്കുന്നു. അയ്യോ ഞാൻ എന്നെ വെറുക്കുന്നു, അയ്യോ ഞാൻ എന്നെ വെറുക്കുന്നു. എന്നെ കേൾക്കുന്ന എന്റെ സഹോദര, സഹോദരി, നിനക്ക് നിന്റെ കണ്ണിന്റെ മുൻപിലുള്ള പാപം കാണാൻ പറ്റുന്നുണ്ടോ? അകത്തുള്ള രഹസ്യ പാപം കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ഞാൻ പറയാം. പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ നിന്റെ പാപം വെളിപ്പെടുന്നെങ്കിൽ ഞാൻ സത്യസന്ധമായി വിളിച്ചു പറയാം, നീ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിനെ കാണുന്നുണ്ട്. നീ പാപം ചെയ്യുമ്പോൾ ടക്കനെ നീ എന്റെ യേശുവിനെ കണ്ട്, നിനക്ക് ദുഃഖം വരാറുണ്ടോ? കർത്താവേ, ഞാൻ പാപിയാണ്, പാപം ചെയ്തു പോയി വരുന്നുണ്ടോ? അർത്ഥം നീ യേശുവിനെ കാണുന്നുണ്ട്. ഇന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന പൈതലെ, നീ എത്ര പാപം ചെയ്തിട്ടും എന്റെ യേശുവിനെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ, ഞാൻ വിശുദ്ധനാണെന്ന് തോന്നുന്നെങ്കിൽ, ഞാൻ എന്തോ ആണെന്ന് തോന്നുന്നെങ്കിൽ, ഞാൻ പറയാം, നീ കാണേണ്ട വണ്ണം യേശുവിനെ കണ്ടിട്ടില്ല. എന്റെ ശബ്ദം കേൾക്കുന്ന സ്നേഹിത, സഹോദര, സഹോദരി, പിതാവേ, മാതാവേ, കുഞ്ഞുങ്ങളെ, നമുക്ക് യേശുവിനെ കാണേണ്ട വണ്ണം കാണാം. യേശു എനിക്ക് അങ്ങനെ കാണണം. ആര് പറയും? കർത്താവേ, എനിക്കൊന്ന് അറിയേണ്ടവണ്ണം അറിയണം. യേശുവേ, എനിക്ക് അങ്ങേ ഒന്ന് കാണണം. യേശുപ്പാ, അങ്ങയുടെ കൃപ എനിക്ക് വേണം.
യേശുവേ, എൻ്റെ പാപം കാണേണ്ടവണ്ണം ഞാൻ കണ്ട് യേശുവിനെ ഏറ്റുപറയുവാൻ, എൻ്റെ പാപക്കറകൾ ക്ഷമിക്കപ്പെടുവാൻ, ഇനിയുള്ള ജീവിതം യേശുവിനായി ജീവിക്കുവാൻ എനിക്ക് ആഗ്രഹമാണ്. ഇതിനകത്ത് ലേഖനം വായിക്കുമ്പോൾ, 6:4 വായിക്കുമ്പോൾ, ഓരോരുത്തർ താങ്കാന്റെ പ്രവൃത്തി ശോധന ചെയ്തിട്ടെ, എന്നാൽ അവൻ തന്റെ പ്രശംസ മറ്റൊരുത്തനെ കാണിക്കാതെ തന്നിൽ തന്നെ അടക്കി വെക്കും. നോക്കിക്കേ, ഓരോരുത്തൻ താങ്കാന്റെ പ്രവൃത്തി ശോധന ചെയ്യട്ടെ, എന്നാൽ പ്രശംസിക്കാൻ പോകുന്നില്ല, ഒന്നും പറയാനില്ല. നമ്മുടെ കുറവുകളെ നമുക്ക് നോക്കാം, ദൈവത്തോട് ഏറ്റു പറയാം, ഒരു പുതിയ പൈതലായി മാറാം, കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനെ, സ്വർഗീയ രാജാവേ, ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും ദൈവത്തിന്റെ കരങ്ങളിൽ തരുന്നു. കർത്താവേ, ഞങ്ങൾ അങ്ങേ കാണേണ്ടവണ്ണം കാണുവാൻ, ഞങ്ങളുടെ കുറവുകൾ ഞങ്ങൾക്ക് വെളിപ്പെടുവാൻ, അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിപ്പാൻ, ഞങ്ങളുടെ പാപക്കറകൾ യേശുവിന്റെ രക്തത്താൽ ഞങ്ങൾ ഓരോ സെക്കൻഡ് കനികൾ പ്രാപിക്കുവാൻ, കർത്താവ് ഞങ്ങളെ തന്നെ താഴ്ത്തി അപ്പച്ചന്റെ സന്നിധിയിൽ ഞങ്ങളിലേക്ക് നോക്കി ഞങ്ങളുടെ കുറവുകളെ ഉണർന്ന് സ്വത്രം ഞങ്ങൾ കർത്താവിൽ തന്നെ താഴ്ന്നിരുന്നുകൊണ്ട് ക്രിസ്തു ഞങ്ങളിലൂടെ വെളിപ്പെടുവാൻ, ക്രിസ്തു ഞങ്ങളിലൂടെ മഹത്വം എടുക്കുവാൻ, ഞങ്ങളെ തന്നെ ഉടച്ചുകൊണ്ട്, ഞങ്ങളെ തന്നെ താഴ്ത്തിക്കൊണ്ട് യേശുവിൻ ഞങ്ങൾ മറങ്ങി കർത്താവ് ജീവിക്കുവാൻ, കർത്താവ് ഞങ്ങൾ ആരും കാണണ്ട, യേശുവിനെ ഞങ്ങളിലൂടെ കാണുവാൻ സ്വർഗ്ഗം സഹായിക്കണം. കർത്താവ് ഞങ്ങൾ കാണേണ്ടവണ്ണം കാണട്ടെ, ഞങ്ങൾ അനുഭവിക്കേണ്ടവണ്ണം അനുഭവിക്കട്ടെ, ഞങ്ങളുടെ ശബ്ദം കേൾക്കട്ടെ, ഞങ്ങളുടെ മുറിക്കകത്ത് അങ്ങിറങ്ങണമേ, ഞങ്ങളുടെ പ്രാർത്ഥനയോട് ഇറങ്ങണമേ. അങ്ങനെ ഞങ്ങൾ കാണേണ്ടവണ്ണം കാണുവാൻ, ഞങ്ങളുടെ കുറവുകൾ ഉണർന്ന് കർത്താവിന്റെ ഹിതപ്രകാരം ഞങ്ങൾ ജീവിക്കുവാൻ ഞങ്ങളിതാ സമർപ്പിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും ദൈവകരണം തരുന്നു, എല്ലാവരും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കാണേണ്ടവണ്ണം കാണട്ടെ, പാപത്തെ ഉണരട്ടെ, രക്തത്താൽ കഴുകൽ പ്രാപിക്കട്ടെ, ജീവന്റെ പുസ്തകത്തിൽ പേര് ചേർക്കപ്പെടട്ടെ, ഒരു വ്യക്തികളും നഷ്ടപ്പെടാതെ കർത്താവിന്റെ മഹത്വമായി മാറട്ടെ. പ്രാർത്ഥനയിലേക്ക് സ്തോത്രം, അനുഗ്രഹിച്ചുള്ള സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. Subscribe to my channel.